ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ എങ്ങനെ നല്ലതാണോ അതോ പോയതാണോ, ഇതിനെന്തോ ലൈഫുണ്ട്, ഇത് എത്ര കാലം നിൽക്കും എന്നൊക്കെ നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യുക. ബാറ്ററിയിലെ ബാറ്ററി എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് ഇല്ലെങ്കിൽ ഇതെങ്ങനെ റിപ്പയർ ചെയ്യാം. കുറേ നാൾ മൊബൈൽ ഉപയോഗിക്കാതെ വെച്ചു, എങ്ങനെ ഇനിയിപ്പോൾ ചാർജ് കയറുന്നില്ല, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ കെയർഫുള്ളി വാച്ച് ഇറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മൊബൈൽ ബാറ്ററി പലതരമുണ്ട്. ഇതൊരു മൈക്രോമാക്സിൻ്റെ ബാറ്ററിയാണ്, 3000 mAh ബാറ്ററിയാണ്. ഇതിന് 3 പോളുകളാണുള്ളത്. ഇത് സാംസങ്ങിൻ്റെ ബാറ്ററിയാണ്. ഇതിന് 4 പോളുകളുണ്ട്. ഇത് മൈക്രോമാക്സിൻ്റെ, ഇതിനും 3 പോയിൻ്റാണ്. ഇത് നോക്കിയയുടെ ബാറ്ററിയാണ്, ഇതിനും 3 പോയിൻ്റാണ്. ഈ ബാറ്ററികളെല്ലാം തന്നെ 3.7 വോൾട്ടേജ് ആയിരിക്കും. ഇത് 3.7 ആണ്, ഇത് നോക്കിയയുടെ 3.7 ആണ്. എല്ലാം ഇതിൻ്റെ വോൾട്ടേജ് 3.7 ആയിരിക്കും. ഇത് 3.8 ബാറ്ററി കേട്ടോ, ചിലത് 3.8 വരുന്നുണ്ട്. അപ്പോൾ ഇതും 3.7 ആണ്. അപ്പോൾ ഈ ബാറ്ററികളിൽ പ്രധാനമായിട്ട് ഈ 3 പോളുള്ള ബാറ്ററികളുണ്ട്. ഒന്ന് പോസിറ്റീവ്, ഇതിനകത്ത് 3 പോളിനകത്ത് ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും, പിന്നെ നടുക്കൊരു പോളും കൂടെ കാണും. പിന്നെ ചില ബാറ്ററിയിൽ ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും. ഇതുണ്ട്, ഈ ബാറ്ററിയുടെ കോണ്ടാക്റ്റിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ടാവും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അപ്പം ഇത് പോസിറ്റീവാണ്, ഇപ്പുറത്തെ 3ാമത്തെ പോയിൻ്റ് നെഗറ്റീവാണ്. വേറെ 2 പോളും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ 2 പോള് ഇതിൽ 3 പോള്, ഇതിനകത്തൊരു പോള് പറഞ്ഞില്ല, ഇതിൽ 2 പോള് പറഞ്ഞില്ല. അപ്പോൾ ആ പോളിനെ കുറിച്ച് ഞാൻ പറയാം. ആ പോള് ഒരെണ്ണം BSI കണക്ഷൻ ആയിരിക്കും. BSI എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ബാറ്ററി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ എന്നാണ്. അതായത് ബാറ്ററി സ്റ്റാറ്റസിൻ്റെ ഇൻഡിക്കേറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോമായിട്ട്. പിന്നെ വേറൊരു കണക്ഷൻ വരുന്നത് ഈ ബാറ്ററിയുടെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററിയുടെ ബീറ്റെമ്പ് എന്നാണ് അതിന് പറയുന്നത്. വേറൊരു കണക്ഷന് പറയുന്നത്. നമുക്ക് ഉപയോഗമുള്ള 2 പോളേ ഉള്ളൂ, പോസിറ്റീവും നെഗറ്റീവും. നമ്മുടെ ഫോണ് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, അല്ലെ ചെറുതായിട്ട് വെള്ളമൊന്ന് കയറി നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ടും ഫോണ് ചാർജിൽ കുത്തിയിട്ട് ചാർജ് എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അങ്ങ് എംറ്റി ആയിട്ട് ചാർജ് തീർന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാർജ് കുത്തിയാലും ചാർജിങ് എടുക്കാനായിട്ട് പാടുപെടുന്നത്. ചാർജിങ് ചിലത് എടുക്കുകയില്ല, ഫോൺ ഡെഡായിട്ട് കാണിക്കും. അപ്പം അത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഫോണുകൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം. ആദ്യം നമുക്ക് ഈ ബാറ്ററിയിലെ വോൾട്ടേജ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇത് അനലോഗ് മൾട്ടിമീറ്ററാണ്. അനലോഗ് മൾട്ടിമീറ്ററിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഇതുപോലൊരു സ്വിച്ച് ഉണ്ടാകും, അത് 20 വോൾട്ടേജിൽ വയ്ക്കുക. ഇതിലാകുമ്പോൾ 10 വോൾട്ടേജിൽ വയ്ക്കുക. എന്നിട്ട് ഈ 2 പ്രോബ് മൾട്ടിമീറ്ററിൻ്റെ റെഡ് വയർ, അതായത് പോസിറ്റീവ് പ്രോബ് ഈ ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവ് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവിലും വയ്ക്കുക. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വോൾട്ടേജ്
3 വോൾട്ടേജാണ് കാണിക്കുന്നത്. ഈ 3 വോൾട്ടേജ് കൊണ്ട് ഫോൺ ഓണാകുകയില്ല. ഫോൺ ഓണാകാനായിട്ട് 3.7 ആണെങ്കിൽ 3.7, ഇത് 3.7 വോൾട്ടേജിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ 3.7 തന്നെ വേണം, എന്നാലേ ഫോൺ ഓണാകുള്ളൂ. ഇത് ഈ ബാറ്ററി പുതിയ ബാറ്ററിയാണ്, പുതിയ ഫോണിനകത്തെ ബാറ്ററിയാണെന്നൊരു നിങ്ങൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ച് നിങ്ങൾ മൾട്ടിമീറ്ററിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഒരു 4.2 ഒക്കെ വരും. അതായത് ഈ 3.7-ൽ കൂടുതൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഈ മൊബൈൽ ഓൺ ആകത്തുള്ളൂ, ഇല്ലാത്ത പക്ഷം മൊബൈൽ ഓൺ ആകത്തില്ല. ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇത് അത്ര വോൾട്ടേജേ ഉള്ളൂ. ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബാറ്ററി ആകെ 2 വോൾട്ടേജ് കാണിക്കുന്നുള്ളൂ. ഈ ബാറ്ററി 3 വോൾട്ടേജ് കാണിക്കുന്നു. ഈ ബാറ്ററി 1 വോൾട്ടേജും കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ബാറ്ററിയുടെ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് ആദ്യം മൾട്ടിമീറ്റർ വെച്ച് ബാറ്ററിയിലെ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കുക. 3.7 ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ബാറ്ററി ബൂസ്റ്റർ എടുക്കുക. ബാറ്ററി ബൂസ്റ്റർ എടുത്തേച്ച് ഇതിന് 2 വയറുകളാണ്. ആ വയറുകളിൽ പോസിറ്റീവ് ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവ് ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവിലും, നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ വെച്ച് നിങ്ങൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഈ ബാറ്ററി ബൂസ്റ്റർ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോയ ചാർജറോ മറ്റോ ഉണ്ടെന്നൊരു ഈ ചാർജർ ഇവിടെ കണ്ടിച്ചേച്ച് ഒരു പോസിറ്റീവ് വയർ, ഒരു റെഡ് കളറിലുള്ള വയർ പോസിറ്റീവും ബ്ലാക്ക് കളറിലുള്ള ഒരു വയർ നെഗറ്റീവും വരുന്നുണ്ട്. ആ 2 വയറിൻ്റെ അറ്റം ഈ ബാറ്ററിയിലേക്ക് ഘടിപ്പിക്കുക. പോസിറ്റീവ് എന്ന ബാറ്ററിയിൽ എഴുതിയേക്കുന്ന ഭാഗത്ത് ഈ ചാർജറിൻ്റെ ചുവന്ന വയറും നെഗറ്റീവ് എന്നെഴുതിയേക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് വയറും ഇച്ചിരി നേരം പിടിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു 30 സെക്കൻഡിൽ കൂടുതൽ നേരം പിടിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, ഒരു 30 സെക്കൻഡ് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങളൊരു ചെറിയ ബ്രേക്ക് കൊടുക്കണം. 1 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് കൊടുക്കണം. ഓരോ 5 സെക്കൻഡിനും 1 സെക്കൻഡ് ബ്രേക്ക് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്താൽ, ഇതിപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിൽ നമ്മൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോസിറ്റീവ് എന്നെഴുതിയേക്കുന്ന ഭാഗത്ത് റെഡ് വയറും നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് വയറും വെച്ച് വയ്ക്കുക. അന്നേരം ഈ ലൈറ്റ് ഡിം ആകുന്നുണ്ടോ, അങ്ങനെ ഒരു 5 സെക്കൻഡ് അത് കഴിയുമ്പോൾ വിട്ട് അങ്ങനെ ആണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ 30 സെക്കൻഡോളം നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നാൽ ബാറ്ററി വീർത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും ബാറ്ററി ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ബൾബിന് വെട്ടം കുറയുമ്പോൾ ഇതിനകത്ത് ചാർജ് കയറുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, ചാർജ് കയറുന്നുണ്ട്. അങ്ങനെ വിട്ട് ചാർജ് കൊടുത്ത് നിങ്ങൾക്ക് ബൂസ്റ്റ് ആക്കാം. റെഗുലറായിട്ട് ഇങ്ങനെ ബാറ്ററി ബൂസ്റ്റ് ആക്കുന്നത് നിങ്ങളുടെ ബാറ്ററിയെ ഡാമേജ് ആക്കാം. റെഗുലറായിട്ട് അങ്ങനെ ബാറ്ററി ബൂസ്റ്റ് ആക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാലം മൊബൈൽ ഉപയോഗിക്കായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മാത്രമേ ബാറ്ററി ബൂസ്റ്റ് ആക്കാൻ പാടുള്ളൂ. പിന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ചാർജർ കുത്തുക ഫോണിൽ, എന്നിട്ട് നിങ്ങൾ ബാറ്ററിയുടെ ഈ കോണ്ടാക്റ്റിൽ ബാറ്ററിയെ നോക്കിയാൽ അറിയാം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. ഇതിപ്പോൾ ഈ സൈഡിലത്തെ നെഗറ്റീവ് ഈ സൈഡിലെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങളുടെ മൾട്ടിമീറ്ററിൽ DC വോൾട്ടേജ് 10 വോൾട്ടിലിട്ടേച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. വോൾട്ടേജ് വരുന്നുണ്ടെന്നൊരിയിൽ പിന്നെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെന്നൊരു നിങ്ങൾ വേറൊരു ബാറ്ററി ഇട്ട് നോക്കുക. അപ്പം നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററിയുടെ ആണോ മൊബൈലിൻ്റെ ആണോ കംപ്ലൈൻറ്റ് എന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും.
നമ്മൾ ചാർജർ കുത്തിവെച്ച് ബാറ്ററി കണക്ടറിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ വരുന്നില്ല, ചാർജ് വരുന്നില്ല, അല്ലെ വേണ്ടത്ര വോൾട്ടേജ് ഇല്ലെങ്കിൽ ചില സമയത്ത് ഈ ചാർജിങ് കണക്ടറിൻ്റെ കംപ്ലൈൻറ്റ് വരാം. ചാർജിങ് സെക്ഷനിലുള്ള ഏതെങ്കിലും സ്പെയറിൻ്റെ കംപ്ലൈൻറ്റ് വരാം. അത് റിപ്പയർ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ മൊബൈലിൽ വരുന്ന ഒരു പ്രശ്നമാണ്, മൊബൈലിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കമ്പോണൻസിൽ ഏതെങ്കിലും, ഇപ്പോൾ കപ്പാസിറ്ററുകൾ ഇഷ്ടം പോലെയുണ്ട്, കപ്പാസിറ്ററുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ലീക്കാവുകയോ, ഇപ്പോൾ പാരലായിട്ട് കൊടുത്തേക്കുന്ന ഒരുപാട് കപ്പാസിറ്ററുകൾ ഏതെങ്കിലും ഒരെണ്ണം ലീക്കാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് അതുവഴി പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര വോൾട്ടേജ് ഇവിടെ ബാറ്ററി കോണ്ടാക്റ്റിലേക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഫോണിൽ ബാറ്ററി ചാർജ് കയറാത്ത പ്രശ്നം കാണിക്കും. ബാറ്ററി പോയതാണോ എന്ന് നിങ്ങൾക്കറിയാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ മൾട്ടിമീറ്ററിൽ നിങ്ങൾ നോക്കുക, വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക. വോൾട്ടേജ് കുറവാണെന്നൊരു നിങ്ങൾ ബൂസ്റ്റ് ചെയ്തിടുക. ബൂസ്റ്റ് ചെയ്തിട്ടിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫോണ് എത്ര സമയം നിങ്ങൾക്ക് ചാർജ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഈ ചാർജ് കിട്ടുന്നുണ്ടെന്നുള്ളതിൻ്റെ അളവ് സാധാരണ ഒരു ഫോണിൽ 5 മണിക്കൂർ ചാർജ് കിട്ടും, 5 ദിവസം ചാർജ് കിട്ടും എന്ന് കമ്പനി അവകാശപ്പെടുന്നു എന്നിരിക്കട്ടെ. അതായത് ആ മൊബൈൽ ഓണാക്കി വെച്ച് കോൾ എടുക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന സമയമാണ് അവർ പറയുന്നത് ഈ 5 ദിവസം എന്നുള്ളത്. നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്യുന്ന മൊബൈൽ ഉപയോഗിക്കുന്നവർ ചെയ്യുന്നത് ബ്ലൂടൂത്ത് ഓണാക്കി ഇടും, വൈഫൈ വേറെ 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, ഇവൻ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവനും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അങ്ങനെ യൂസ് ചെയ്താൽ മണിക്കൂറുകൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോണിൽ ബാറ്ററി കിട്ടത്തുള്ളൂ. അത് ഒന്നും ബാറ്ററിയുടെ കംപ്ലൈൻറ്റുകളല്ല, ബാറ്ററി ഓക്കെയാണ്. നിങ്ങളുടെ യൂസിൻ്റെ കൂടുതൽ കൊണ്ടാണ് ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൊബൈലിനെ സംബന്ധിക്കുന്ന ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഇതിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.